മലയാള ഭാഷയുടെ പിതാവായി നാം കണ്ടു ബഹുമാനിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ അത്രയും പദസമ്പത്തുള്ള ഒരു കവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമോ എന്നത് സംശയവുമാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കടാക്ഷം. അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും സവിശേഷമായ കാണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദരകാന്ഡമാണ്. മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും രാമായണങ്ങളുണ്ട്. അവയിലെല്ലാം ശ്രേഷ്ഠം സുന്ദരകാന്ഡം തന്നെയാണ്. പ്രത്യേകിച്ച് വാൽമീകി രാമായണത്തിലെ ഈ ഭാഗം വായിക്കുന്നത് മന്ത്രോപാസനയുടെ തുല്യഫലം ലഭിക്കും എന്ന് ഉത്തരേന്ത്യക്കാർ വിശ്വസിക്കുന്നുണ്ട്. സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ മുഴുവൻ രാമായണവും വായിക്കുന്നതിന്റെ ഫലം ലഭിക്കുമെന്ന വിശ്വാസം മലയാളികൾക്കിടയിലുമുണ്ട്. സുന്ദരന്റെ ലീലകളാൽ മുഖരിതമായ സുന്ദരമായ കാണ്ഡം. ഹനുമാന്റെ ലങ്കയിലേക്കുള്ള യാത്രയിൽ തുടങ്ങുന്ന സുന്ദരകാന്ഡത്തിൽ അവസാന ഭാഗത്ത് മാത്രമാണ് ശ്രീരാമൻ പ്രത്യക്ഷപ്പെടുന്നത്. മഹാദേവ ബീജാംശം ആയ ഹനുമാൻ വിശ്വാസികൾക്കും വായനക്കാരുടെയും മുന്നിൽ ശ്രീരാമനേക്കാൾ ഒരു പടി ഉയരെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഈ ഭാഗത്തിൽ. സകല ശുഗകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാഗരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനോടു തൊഴുതു ചൊല്ലിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ.